നമ്മൾ ഈ ഒരു വയോജന കേന്ദ്രം എടുക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് മറ്റൊരു വലിയൊരു ആകാശമുട്ട ഒരു പുകക്കോയിൽ ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് മറ്റൊരു ബിൽഡിങ്, പുതിയൊരു ബിൽഡിങ് കാണാം. അപ്പോൾ അതിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത് എവിടെയും കാണാനില്ല. വലിയൊരു കാട്, അതായത് പന്നിയുടെയൊക്കെ കുറുക്കൻ്റെയൊക്കെ പ്രജനന കേന്ദ്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്താണ് സാധനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ ശശിയേട്ടന് ഇതിനെക്കുറിച്ച് ഇതിൽ എന്താണ് തോന്നുന്നത്? അതെ, ഞാൻ വയോജന വിശ്രമ കേന്ദ്രം ഒന്ന് സന്ദർശിക്കാനായിരുന്നു വന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള മതിൽ എന്ന് നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കണ്ണൂർ കോർപ്പറേഷൻ്റെ തന്നെ മറ്റൊരു സ്ഥാപനം ഇവിടെ കിടക്കുന്നതായിട്ട് കാണുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെങ്കിലും അതിൻ്റെ നടത്തിപ്പ് ചുമതല കോർപ്പറേഷനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് അമ്മയും കുഞ്ഞും ഒരു ആശുപത്രി ഒരു കെട്ടിടമാണ്. അവിടേക്ക് പോകാനുള്ള വഴി അടഞ്ഞു പോയത് കൊണ്ടാണ് ഞാൻ ഈ മതിലിൻ്റെ ഈ സൈഡിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ അടുത്ത് ഒരു 10-20 വർഷം മുൻപേ നിലച്ചു പോയ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രതീകമായി കിടക്കുന്ന ഒരു ചിമ്മിനി അവിടെ കിടക്കുകയാണ്. അത് അത്ര മാനമുട്ടയുള്ള ഈ ചിമ്മിനി സത്യത്തിൽ അത് തുരുമ്പഴിച്ച് നിൽക്കുകയാണ്. അത് ഒരുപക്ഷെ അത് നിലംപതിച്ചാൽ നമുക്കറിയാം, ഒരു ഇരുമ്പിൻ്റെ ഒരു കാലപരിധി നമുക്കറിയാം. അതിന് വേണ്ട രീതിയിൽ മെയിൻ്റനൻസ് ഇല്ലായിരുന്നെങ്കിൽ, പെയിൻറ്റുകളൊക്കെ അടിച്ചില്ലായിരുന്നെങ്കിൽ അതൊരു പക്ഷേ പൊളിഞ്ഞ് അത് നിലംപതിച്ചേക്കാം. ആ നിലംപതിച്ചതിന് ശേഷം അത് നമ്മുടെ എടുത്ത പുതിയ ബിൽഡിങ്ങിലേക്കാണ് അത് പതിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ട ശ്രദ്ധ അതിലേക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആശുപത്രി ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാട് ഇതിൻ്റെ അയൽവക്കൊക്കെ ഉണ്ട്. അവരൊക്കെ ഞാൻ ഇവിടെ എത്തിയപ്പോഴുകൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഈ ആശുപത്രി കണ്ണൂർ കോർപ്പറേഷൻ്റെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കതിന് ഗുണം കിട്ടൂ. അതിലൊന്നും നമുക്ക് യാതൊരു തർക്കമില്ല. അത് ഇവിടെ പ്രവർത്തിച്ചേ പറ്റൂ. അതേസമയത്ത് നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടി തയ്യാറാക്കിയ ഈ ഒരു ചിമ്മിണി എന്ന് പറയുന്ന ഒരു സാധനം നമുക്കത് ഭീഷണിയാണ്. പക്ഷേ ഈ സംസാരിച്ചാൽ ആളുകളുടെ വീട്ടിലേക്ക് പോലും അതിൻ്റെ നിലംപതിച്ചാലുള്ള അതിൻ്റെ ലെങ്ത്ത് ആ രീതിയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ഈ കാട് വഴിയോരം മുഴുവൻ നടന്നു. ഈ നേരത്തെ പറഞ്ഞ മദ്യപാനും മറ്റേ സിഗരറ്റ് കുറ്റികളും ഗ്ലാസുകളൊക്കെ ഉള്ള ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ചേർന്ന ഒരു മതിലപ്പുറേ കയ്യെത്താ ദൂരത്ത് തന്നെ കിടക്കുന്ന ഈ ആശുപത്രി സമുച്ചയം, അതും കണ്ണൂർ കോർപ്പറേഷൻ എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്താൽ നന്നായിരുന്നു എന്ന് ജനങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇവിടെ പന്നികൾ പ്രസവിച്ച് പന്നികളുടെ പ്രജനന കേന്ദ്രമാണ് എന്നാണ് മനസ്സിലാക്കിയത്. ഈ പന്നികൾ രാത്രിയായി കാലങ്ങളിൽ പന്നികൾ അപ്പുറപ്പുറമുള്ള വീടുകളിലൊക്കെ കടന്നു വരുന്നു എന്നുള്ള പരാതിയും എന്നെ സംബന്ധിച്ചോളം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ പന്നികൾ നമുക്കറിയാം, പന്നികൾ അപകടകാരമാണ്. വെടിവെച്ച് കൊല്ലാൻ പോലും ഉത്തരവ് സർക്കാരായിട്ടുള്ള കാലത്തിലേക്കാണ് പന്നിയുടെ ഈ പ്രജനനങ്ങൾ നടക്കുന്നത്, അതിൻ്റെ വംശവർദ്ധന നടക്കുന്നതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതും കൂടി ബഹുമാനപ്പെട്ട ഈ കാട് ഒക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം സത്യത്തിൽ അതും കൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കണ്ണൂർ കോർപ്പറേഷൻ്റെ അടിയന്തര ശ്രദ്ധ പതിയണം. അതിനു വേണ്ടിയിട്ട് ചെയ്ത നന്മകളുടെ ഭാഗമായി ഇതും കൂടി അത് പൂർത്തിയാക്കുന്നതോടൊപ്പം പൊതുജന എന്താ പറയേണ്ടത്, അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കോർപ്പറേഷൻ സന്നദ്ധമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും ജനോപകാരപ്രദമായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാർത്ത അതിനെ കണ്ടു തുറപ്പിക്കേണ്ട ഒരു സാധ്യതയായി മാറുമെന്ന് ഞാൻ കരുതുകയാണ്. മറ്റൊരു കാര്യം പറയട്ടെ, ഈ ഒരു പന്നി വളർത്ത് കേന്ദ്രം ഇവിടെ ഉള്ളതുകൊണ്ട് പരിസരത്ത് കുറേ കൃഷി ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പന്നി നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റിയാലേ അത് മാറുള്ളൂ. അതെ, തീർച്ചയായും. അതിൻ്റെ ഉത്ഭവ കേന്ദ്രം എന്നുള്ള നിലക്ക് ആദ്യം ഈ കാട് വൃത്തിയാക്കുന്നതോടൊപ്പം ഇവിടെ ജനവാസം വരുന്നതോടൊപ്പം ജനസമ്പർക്കം വരുന്നതോടൊപ്പം ആ കാടുകളൊക്കെ പന്നികൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത തലങ്ങളിൽ അത് കടന്നു പോകും. ഇവിടെയുള്ള കൃഷി നശിക്കുന്നത് എന്ന് പറയുന്നത് എത്ര കൃഷി കേന്ദ്രങ്ങളിലേക്ക് പന്നി നശിപ്പിക്കും നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും സർക്കാർ അത്തരത്തിലൊരു പന്നിയെ നശിപ്പിക്കാനുള്ള ഒരു നിയമം തന്നെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ എൻ്റെ മറ്റൊരു ഭാഗം. ഈ പന്നി ഇവിടെ നിന്ന് പോകാത്ത കാലത്തോളം അത് ജനങ്ങൾക്ക് അത് വളരെ ദോഷകരമായി അത് ഭവിക്കുമെന്നുള്ളതും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആകെ തുക എന്നുകൂടി പറയട്ടെ.